സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെന്ന് വിതറിനെ കൊല്ലാൻ പോവാണ്. അത് ഒന്നിനെയല്ല, 2 വിതറിനെ കൊല്ലും. സോ വിതറിനെ കൊല്ലുക മാത്രമല്ല, നിങ്ങൾ പുറകെ കാണുന്ന നമ്മളൊരു ബീക്കണും സെറ്റ് ആക്കും. സോ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്ത് നോക്കുക. അതിൻ്റെ ഓൾസോ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അതിൻ്റെ സബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഇടാൻ പോകുന്നതും ഇട്ട വീഡിയോയും കാണാൻ മറക്കല്ല. സോ അഗൈൻ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ലിവിൻ, യു ആർ വാച്ചിങ് ഇസി ബൈ. സോ കഴിഞ്ഞ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെന്ന് ഡ്രാഗനെ കൊന്ന് എലേറ്റർ എടുത്തായിരുന്നു. സോ അതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ ചെന്ന് 3 വിതർ സ്കെൽട്ടൻ്റെ ഹെഡ് ഒപ്പിച്ചായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ ഇന്ന് രാവിലെയും കുറച്ച് വിതർ സ്കെൽട്ടനെ കൊന്ന് വീണ്ടും ഒരു 3 ഹെഡ് ഒപ്പിച്ച് ഇപ്പം നമ്മുടെ ടോട്ടലി 6 വിതർ സ്കെൽട്ടൻ്റെ ഹെഡ് ഉണ്ട്. സോ അതുകൊണ്ട് ഇന്ന് നമ്മളാണെങ്കിൽ 2 വിതറിനെയാണ് കൊല്ലാൻ പോകുന്നത്. സോ എനിക്ക് വയ്യ, വീണ്ടും യുദ്ധം. ഞാനധികം പ്രിപ്പറേഷൻ ഒന്നും ചെയ്യുന്നില്ല. നേരെ എനിക്കിപ്പം വേണ്ടത് കുറച്ച് ഫുഡാണ്. ഫുഡും പിന്നെ എനിക്ക് ഗോൾഡൻ ക്യാരറ്റ് എടുക്കാൻ പെട്ടെന്ന് റീജനറേഷൻ ആകാൻ വേണ്ടി ഫുഡും, പിന്നെ നമുക്ക് വേണ്ടത് സോൾ സാൻഡ്. സോ ഉള്ള സോൾ സാൻഡ് മൊത്തം അങ്ങ് എടുത്തേക്കാൻ ആവശ്യം വരും. പിന്നെ വേണ്ടത് നമുക്ക് ഇടയ്ക്ക് വല്ല ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാക്ക് സ്റ്റോൺ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2 സ്റ്റാക്ക് ഇരിക്കട്ടെ. സോ നമ്മൾ സാധാ പോലെ ഞാൻ മറ്റേ നെതറിലോ ഇൻഡിലോ ചെന്നല്ല ഇതാണ് ഞാൻ ഡ്രാഗനെ കൊല്ലാൻ പോകുന്നത്. ഡ്രാഗനും പോട്ടെ, വിതറിനെ കൊല്ലാൻ പോകുന്നത് നമ്മുടെ ഓവർ വേൾഡിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്ന സ്ഥലത്താണ് കൊല്ലാൻ പോകുന്നത്. സോ മിക്കവാറും ഞാൻ ഇന്ന് ചാകും. ഇതെന്തോ കത്തുന്നത് അതുപോട്ടെ. സോ മിക്കവാറും ഞാൻ ഇന്ന് ചാകുമായിരിക്കും, എനിക്കറിയത്തില്ല. സോ ഞാൻ ബെഡ്റോക്കിൽ വിതറിനെ കൊന്നിട്ട് കുറേ നാളായി. അതിൻ്റെ ഓൾസോ എനിക്ക് ഉറപ്പാണ് വിതറിനെ കൊല്ലുമ്പോൾ നല്ല ലാഗ് അടിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ. സോ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. സോ ഞാൻ ഒന്ന് മാറിപ്പോവാണ്, കാരണം മാറി നിന്നാണ് നല്ലത്, മാറി നിൽക്കുന്നതാണ് നല്ലത്. അല്ലേ വല്ല നമ്മുടെ ബേസിലെങ്ങാനും വന്നാൽ എന്തായാലും നമ്മളെ ബേസ് ഒന്ന് തല്ലിപ്പെട്ടിക്കും. നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി സ്നോ ബയോമിൽ അങ്ങ് വെച്ചാലോ, എപ്പിടി? സോ ഞാനൊന്നും നോക്കുന്നില്ല, അങ്ങനെ ഹെഡ് എടുത്ത് അങ്ങ് വെക്കുവാണ്. സോ ലെറ്റ്സ് ഗോ. ഇതെന്തുവാ, ഇതിനെ വർക്കാത്തത്? സോ ഞാൻ തക്കാലം ചുറ്റിലെ സ്നോ ഒക്കെ മാറ്റി ഇപ്പം സെറ്റായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ വിതർ വന്നിട്ടുണ്ട്. മിക്കവാറും ഞാൻ ചാവും, അതിലൊരു മാറ്റവും ഇല്ല. സോ ഒന്ന് മാറിക്കട്ടെ, അല്ലേ ഇപ്പം പൊട്ടിത്തെറിക്കും. സോ ഓക്കെ. സോ അത്യാവശ്യം ലാഗിന് കുറവുണ്ട്, എന്നാലും ചെറിയ ലാഗുണ്ട്. ഞാൻ എൻ്റെ ബോയിൻ്റെ അത് പഞ്ച് ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, അല്ലേ വേറെ വിഷയമില്ലായിരുന്നു. സോ അവനെ അങ്ങ് കൊല്ലട്ടെ. പെട്ടെന്ന് വാ, ഇങ്ങ് അടുത്തേക്ക് വാ മോനെ, അടുത്തേക്ക് വാ. ഇങ്ങോട്ട് പോവാ, അതാണ് ഇങ്ങ് അടുത്തേക്ക് വാ. സോ അവൻ താഴെ എത്തുന്നോടം വരെ അത്യാവശ്യം സിമ്പിളായിരിക്കും. ഞാൻ പിന്നെ ചാകാൻ നോക്കണം. എൻ്റെ ഹാർട്ട് എനിക്ക് മര്യാദ കാണത്തില്ല, മൊത്തം കറുപ്പായതുകൊണ്ട് എത്ര ഹാർട്ട് ഉണ്ടെന്നും എത്ര ഹാർട്ട് പോകുമെന്നും എനിക്ക് മനസ്സിലായിട്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. സോ ഇപ്പം തന്നെ പാതിയുടെ അടുത്ത് അടുപ്പിച്ചെത്താറായിട്ടുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല, നമുക്ക് പെട്ടെന്ന് കൊല്ലാവുന്നതേ ഉള്ളൂ. സോ ഞാൻ ഹെൽത്ത് തീരാറായി. ഇതിൻ്റെ അത് പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ബെഡ്റോക്കിൻ്റെ അകത്ത് റീജനറേഷൻ ആകത്തില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലേ വേറെ വിഷയമൊന്നും ഇല്ലായിരുന്നു. സോ നമുക്ക് നോക്കാം ഒന്ന് അടിക്കാൻ പറ്റുമെന്ന്. ഞാൻ ചത്തു. സോ നേരത്തെ രാത്രി ആയതുകൊണ്ട് ഞാൻ ഒന്ന് പോയി കിടന്നു. അതിൻ്റെ കൂടെ ഞാൻ ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് പോഷൻ അവനവിടെ നിൽക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് പോഷൻ എടുത്തു, കാരണം അവൻ എന്നാന്ന് എനിക്കറിയത്തില്ല, നല്ല ഡാമേജ് എനിക്ക് തരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. സോ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇത്രയും ഡാമേജ് ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പം നല്ല ഡാമേജ് ആയിരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് പോഷനൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം, കാരണം പെട്ടെന്ന് എൻ്റെ ബെഡ്റോക്കിൻ്റെ അകത്താണ്ട് റീജനറേഷൻ ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇവനെ പെട്ടെന്ന് അതിനെ കൊല്ലാൻ പറ്റത്തില്ല. സോ ഇവൻ ഹെൽത്ത് കുറച്ച് കൂട്ടി, ഇവനെ വെളുത്തിരിക്കുന്ന ഇതെന്തോ ഇപ്പം പോയി, എന്തോ ബക്കാണ്, അതല്ലേ പറഞ്ഞ ബക്രോക്കണ്ട് ചെയ്തും ചുമ്മാ അങ്ങ് തുപ്പ്. എൻ്റെ ബോയാണ് പാതി അവൻ്റെ അകത്തോടെ കയറി പോവുക. ഇവൻ ചുമ്മാ മറ്റേ ജാവയ്ക്കകത്തായതുകൊണ്ട് ഇവൻ നമ്മളെ ഫോളോ ചെയ്താൽ വരത്തുള്ളൂ. ഇവൻ ചുമ്മാ വട്ടം കറങ്ങി നടക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് നമുക്ക് ബോ ചെയ്യാൻ പറ്റത്തില്ല, അതാണ് വിഷയം. മെയിനായിട്ട് ചാകുന്നത് എൻ്റെ ആർമറിലെ ത്രോൺസ്വരിയാണ്, അല്ലാതെ ത്രോൺസ്വരി ചാകുമെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ത്രോൺസ്വരിയാണെന്ന് തോന്നുന്നത്, കാരണം കുറേ അവനെ കൊള്ളുന്നില്ല. സോ കണ്ട എൻ്റെ ഹെഡ് ഇപ്പം വിഷയമില്ല, പക്ഷേ എന്നാലും നന്നായിട്ട് ചാകുന്നുണ്ട് ഞാൻ. സോ അതാണ് ഏറ്റവും വലിയ വിഷയം. സോ മാക്സിമം ഇവനെ ഒന്ന് കുറയ്ക്കണം, അതാണ് വിഷയം. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ മറ്റേ വിതർ സ്കെൽട്ടനെ ഇവൻ സ്പോണാക്കുമല്ലോ, അതേണ്ട വിതർ സ്കെൽട്ടനെ സ്പോണാക്കും, അത് വേറെ ഒരു വിഷയമാണ്. ഞാൻ ഇതൊന്ന് കടിക്കട്ടെ. ഗോൾഡൻ ആപ്പിള്, ആകെ ഗോൾഡൻ ആപ്പിളേ ഉള്ളായിരുന്നു, അതും കണ്ടേ കളഞ്ഞു. സോ ഇനിയാണ് മെയിൻ കാര്യം, മറ്റേ സ്മൈത്തിൻ്റെ സോഡ് എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. സോ ഇപ്പം അതിന് സമയമില്ല, പക്ഷേ അത് കാര്യം ഞാൻ മറന്നുപോയി. സോ നമുക്ക് എങ്ങനെയും അവനെ അങ്ങ് തട്ടണം. ഇവൻ ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോയത് ഞാൻ എങ്ങനെ കൊല്ലാനാ? ഇവനിങ്ങനെ ഒന്ന് പൊക്കെ, ഇതിനൊക്കെ ശല്യം വന്നോളൂ എല്ലാം കൂടെ വന്നിട്ട്. പക്ഷേ ജാവയ്ക്കകത്ത് ഇങ്ങനെ വിതർ സ്കെൽട്ടൻ സ്പോൺ ആക്കുമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി.
സോ പക്ഷേ ജാവിക്കകത്ത് ഇങ്ങനെ സ്പോൺ ആക്കുന്ന ഞാൻ നേരെ കണ്ടിട്ടില്ല. ഞാൻ വിതറിനെ കൊന്നപ്പോൾ പിന്നെ അത് അത്രയും അല്ലായിരുന്നു. സോ ഇവൻ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊല്ലാനാണ് ഇവനെ കോപ്പ്. സോ ചെറുതായിട്ടൊന്ന് ഗെയിം ഒന്ന് ക്രാഷ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ലേശം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഓഫാക്കിയിട്ട് ഇപ്പോഴാണ് ഞാൻ ഓൺ ആക്കുന്നത്. സോ നമ്മൾ കുറച്ചും കൂടെ ഹെൽത്ത് കളഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവൻ ഇവിടെയും കണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ക്രാച്ചായി ഞാൻ ഓണാക്കിയപ്പോഴേക്കും ഭയങ്കര ലാഗല്ല, ഭയങ്കര സ്ലോ ആണ്. ഇവനൊരുമാതിരി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കിളി പോയതിലാണ് നടക്കുന്നത്. അതേപോലെ കണ്ട പോകുന്ന ഇവിടുന്ന് കണ്ടോ. സോ അതുകൊണ്ട് ഇവനെ അടിക്കുമ്പോൾ കൊള്ളുന്നുമില്ല. മിക്കവാറും ഞാൻ ഒന്ന് ഗെയിമിൽ നിന്ന് ഇറങ്ങി വീണ്ടും കയറേണ്ട വരുമായിരിക്കും. സോ ഇങ്ങനെയെങ്കിലും അടിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യുക, അതുകൊണ്ട് അവനാ ഹിറ്റ് കൊള്ളുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ വിഷയം. അതേണ്ട ഒറ്റൊന്ന് കൊണ്ടു അടിപൊളി. മിക്കവാറും ഞാൻ ഗെയിമിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇതാണ്ട പയ്യെ വരുന്നുണ്ട്. ഇതെന്തോ ഇത്. സോ ഞാനിപ്പം ഗെയിമിൽ നിന്ന് കയറി ഒന്ന് ഇറങ്ങി. ഇപ്പം ലേശം കൂടെ സ്മൂത്തായിട്ടുണ്ട്. പക്ഷേ ലാഗിന് വലിയ കുറവൊന്നുമില്ല. സോ അവൻ ലേശം കൂടെ ഒരു അടിയും കൂടെ കിട്ടിയാൽ മതി. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലാണ് നടക്കുന്നത്. അല്ലേ മര്യാദ പൊള്ളിക്കായിരുന്നു. ഇപ്പം പാതി ഓടിയും കളിച്ച് നടന്ന ഒരുമാതിരി എന്നെ കുതിര കളിപ്പിക്കാൻ തോന്നുന്നത്. സോ ഇവനാണ് ഇപ്പം കണ്ടോ അവിടെ പോയിരിക്കുന്ന കോപ്പ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്ലാസ് ഞാൻ ഇവിടെ നിന്ന് കുറേ ഐസ് പൊട്ടിച്ചായിരുന്നു. സോ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പം പോവാണ്. പക്ഷേ ഇത് വെച്ചല്ല അടിക്കണ്ട, അത് വെച്ചടി കോപ്പ്. സോ കയറണേലും പാടാണല്ലോ. ഉയ്യോ അവൻ ചത്തോ എൻ്റെ ത്രോൺസ് വരി. എൻ്റെ ത്രോൺസ് വരി അവൻ ചത്തെന്നാണ് തോന്നുന്നത്. സോ ഈ ഫുഡ് പോലും ഇപ്പം എനിക്ക് മര്യാദയ്ക്ക് അടിക്കാൻ പറ്റുന്നില്ല. കോപ്പ് ഇപ്പം തരുവാടി ഒന്ന് താ. ഉയ്യോ എൻ്റെ പിന്നെ ലാസ്റ്റ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയായിരുന്നല്ലേ. ആ കാര്യം ഞാൻ മറന്നുപോയി. പക്ഷേ എൻ്റെ ഇപ്പം അറിയാതെ എങ്ങാനും ലേശം കൂടെ ലൈഫ് പറഞ്ഞ് ഞാൻ ചത്തായിരുന്നു, ജസ്റ്റ് മിസ്. സോ അതേണ്ട നമ്മുടെ സ്റ്റാർ കൂടി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ വിതറിനെ കൊന്നിട്ടുണ്ട്. അത്രയും വലിയ പാടുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ പാടൊന്നുമില്ലായിരുന്നു. നെതർ സ്റ്റാർ സെറ്റ്. സോ എന്നാലും എല്ലാം സെറ്റായിട്ടുണ്ട്. സോ വേറെ എന്തെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എല്ലാം നശിപ്പിച്ചിട്ട് എറിയാൻ മൊത്തം. സോ നമുക്ക് ഒന്നിനെയും കൂടെ സ്പോൺ ആക്കാനുണ്ട്. സോ അതിൻ്റെ ഞാനിങ്ങനെ ഏറിയിട്ട് തന്നെ സ്പോൺ ആകണോ അതോ സ്ഥലം ഒന്ന് മാറണോ? തിരുമാതിരി ഐസ് ആയതുകൊണ്ട് അവനെയും കാണത്തില്ല. എല്ലാ സ്ഥലം പൊട്ടിയും പോയി. സോ ഇനി ഫയർ വർക്ക് എല്ലാം സെറ്റാണ്, ബാക്കിയെല്ലാം ഉണ്ട്. സോ ഗൈസ് ഞാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ബോയിലാണ് ഞാൻ പഞ്ച് ആഡ് ചെയ്തു. സോ പഞ്ച് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസത്തിൻ്റെ ഇത് വന്നു. കാരണം ആ സംഭവം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ട്രേഡ് ചെയ്ത് ഒപ്പിച്ചു. സോ ഞാൻ എൻ്റെ കയ്യിലേക്ക് സാധനമൊക്കെ കയറ്റി വെക്കട്ടെ. സോ 67 ലെവലുണ്ടായിരുന്നു, ഇപ്പം 47 ലെവലായി. അതിൻ്റെ ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വിഷയമില്ല. ഈ പഞ്ച് ആഡ് ചെയ്ത് എന്നതിനാണെന്നറിയാലോ, വിതറിനെ തട്ടാനല്ലേ, ആ ഒരു സന്തോഷമുണ്ട് എനിക്ക്. സോ ഈ തവണ നമ്മൾ വിതറിനെ കൊല്ലാൻ ഈ വരിയാണ് പോകുന്നത്. ഇത് എവിടെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ എത്തുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊല്ലാം. ഞാൻ ഏതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ കാണാൻ കൊള്ളാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ അങ്ങ് വിതറിനെ കൊല്ലാം. സോ ഞാൻ ഇവിടെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ റീസ്പോണും സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി എന്നാണ് വിതറിനെ കൊല്ലാൻ പോകുന്നത്. ലെസ്കോ. സോ ആവശ്യമുള്ള സാധനമെല്ലാം കയ്യിലുണ്ടല്ലോ അല്ലേ. ഈ 3 തലയും കൂടെ വെച്ച് വിതറിനെ സ്പോണാക്കാം. മിനിറ്റ് ഇത് വെക്കുക. അതിൻ്റെ ഓൾസോ പെട്ടെന്ന് എൻ്റെ ഇൻസ്റ്റൻറ്റ് ഹെൽത്ത് കൂടെ എടുക്കുക. സോ ഞാനിവിടെ കുറച്ച് മതിലതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്, നമുക്കാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടി. സോ വരട്ടെ വരുമ്പോഴേ അങ്ങനെ ചെയ്തടിക്കുക. പഞ്ചാടിയിട്ടും വലിയ ഗുണമില്ല കേട്ടോ. പാതി ഉന്നയില്ല. ഇത് എനിക്ക് ഉന്നയില്ലാത്തതിൻ്റെ ആണോ അത് ഈ ഇങ്ങനെ പോകുന്നതാണോ എനിക്കറിയത്തില്ല. എനിക്ക് ചെറിയ ഡൗട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ അപ്ഡേറ്റിൻ്റെ വല്ല കുഴപ്പമാണെന്ന്. കാരണം ഇങ്ങനെയല്ലേ ഒന്നും ബോയൊക്കെ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൻ്റെ ചെറിയൊരു കുഴപ്പമുണ്ട്. കൊള്ളുന്നുണ്ട്, പക്ഷേ ഈ ബോയൊക്കെ എന്താ കാറ്റത്ത് പറന്ന പോലെ സൈഡിലൂടെ പോവുകയാണ് കണ്ടോ. ഞാൻ എവിടെ പിടിച്ചാലും അവിടെ കൊള്ളുന്നില്ല. അവൻ്റെ ദേഹത്തിൻ്റെ അകത്തോടെയൊക്കെ പോകുന്ന പോലെ. പിന്നെ ഈ വിതർ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഇനി മരിയെ കൊല്ലാൻ പറ്റുന്നില്ല. ഒന്ന് നിൽക്ക് പാതി ഹെൽത്ത് അടുപ്പിച്ചൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. സോ ഹെൽത്തിന് ഇപ്പം വിഷയമില്ല കേട്ടോ. അവിടെ ചെന്ന് വന്നപ്പോൾ എനിക്ക് ഹെൽത്ത് പെട്ടെന്ന് പോകുന്ന പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം വിഷയമില്ല. എനിക്ക് തോന്നുന്നു അവിടെ ചെന്നപ്പോൾ ലാഗ് ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവനിങ്ങനെ ഓടിച്ചാടി നടക്കുന്നതുകൊണ്ട് മര്യാദ കൊല്ലാൻ പറ്റുന്നില്ല. വൃത്തിയിട്ട സാധനം അവിടെ നിൽക്കണമെന്ന് ഇതുവരെ ഇന്ത്യ കൊന്നിട്ട് വേണം എനിക്ക് ബീക്കൺ ഉണ്ടാക്കാൻ പോകാൻ കോപ്പ്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ പുറകെ ചെന്ന് വിളിച്ചേക്കും. കാരണം ഇതുകൊണ്ടാണ് ഗുണം. കാരണം ഇവനിങ്ങനെ അവൻ്റെ ആ ബോംബ് വെച്ചുള്ള പരിപാടി ഇല്ല, വാണം വിട്ട് ആ പരിപാടി നമ്മുടെ ഇതിൽ കൊള്ളത്തില്ല, പൊട്ടത്തില്ല എന്നെ സ്റ്റോണിൽ. അതുകൊണ്ട് വിഷയമില്ല. മിക്കവാറും ഇവിടെ ഇതൊക്കെ എങ്ങനെയാണ് അവിടെ എന്നവനെ കണ്ടോ ശല്യം. സോ എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. മിക്കവാറും ഞാൻ ചാവും ഉടനെ ഉറപ്പാണ്. സോ കഴിഞ്ഞാണ് ഞാൻ ചത്തായിരുന്നു ജസ്റ്റ്. എന്നെ പറപ്പിക്കുന്നു അവൻ. വേടാടാ ഞാൻ ആരാന്നറിയാമോ? മൈൻക്രാഫ്റ്റിലെ ഗോസ്റ്റ് ഓഫ് മൈൻക്രാഫ്റ്റ് എന്ന് പറയും.
എന്നിട്ട് എന്നെയാണ് അടിക്കുന്നത്. സോ ഇവന് പാതി ഇതും പോകത്തില്ല കോപ്പ്. ഇവന് ഞാൻ പിന്നെ എങ്ങനെ കൊല്ലാനായി വൃത്തിയിട്ടത്. അവൻ്റെ ഒന്ന് പാതിയായി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, ഒറ്റ അടിയാണ് അവന്. സോ ഒന്ന് മര്യാദയ്ക്ക് വാ. ഓ ഓക്കെ, അവൻ തന്നു നിൽക്കുക. എൻ്റെ ഇൻസ്റ്റൻ്റ് ഹെൽത്ത് ഒന്ന് പിടിക്കട്ടെ. എന്തോ ഒരു ഗ്ലിച്ച് പറ്റിയിരിക്കുകയാണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. ഓ ഇതെവിടെ, എന്തിതെവിടെയാ? എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ വേണ്ട വിഷയമില്ല. ഒന്ന് ഞാൻ മാറി നിന്നിട്ട് കുറച്ച് ഹെൽത്ത് കൂട്ടിയിട്ടുണ്ട്. സോ ഇനി ഇവനെ വെച്ച് അടിക്കാൻ, കാരണം മറ്റേ സ്മൈറ്റ് ഉണ്ടെങ്കിൽ വലിയ വിഷയമില്ലായിരുന്നു. സ്മൈറ്റ് അങ്ങനെ കണ്ടല്ലേ സാധ്യത പേര്. അതാണ് പെട്ടെന്ന് ചത്തായിരുന്നു ഇവൻ. പക്ഷേ എന്നാ പറയാനാ, ഭാഗ്യം ഈ ഗുഹയുടെ അകത്തായതുകൊണ്ട് അവന് മര്യാദയ്ക്ക് എന്നെ അടിക്കാൻ പറ്റുന്നില്ല. സോ അതെന്തായാലും രക്ഷപ്പെട്ടു. അവൻ പോകുന്നതെല്ലാം പാദ്യം അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ പോവാണ്, അതുകൊണ്ട് നമ്മളെ കൊല്ലാൻ പറ്റുന്നില്ല. പക്ഷേ ലേശം കൂടെ ഉള്ളു. ഇങ്ങോട്ടൊന്ന് ഇറങ്ങി ബ്ലോക്കിങ് എടുക്കണം കോപ്പ്. എന്തിടാ അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പുറകിൽ പോയി നിൽക്കുന്നു നമ്മുടെ അക്കളി. ഇപ്പം നിന്നെ കൊല്ലാം. സോ ഡ്രാഗനെ കൊല്ലാൻ വേണ്ടി പോലും ഞാൻ എത്ര ടെൻഷൻ എടുത്തിട്ടില്ല. പക്ഷേ എളുപ്പം സിമ്പിളായി. ചെറിയ ലാഗെന്ന വിഷയമല്ലാതെ വേറൊരു വിഷയമില്ല. ഓക്കെ ഇപ്പം ചാവും. ഒരു ഒറ്റയടിയും കൂടെ. ഓക്കെ സെറ്റ്. അവസാനം 2 വിതരണെ കൊന്നു. സോ ഇനി ഞാൻ മേല് ഈ ബെഡ് റോക്കിൽ വിതരണ കൊല്ലും. അത് ഇനി വല്ല ഞാൻ PC എല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ മൊബൈലിലാണ് ഇത് ചെയ്യുമ്പോൾ നല്ല ലാഗ് അടിക്കുക. അതുപോലെ പാതി ബുള്ളറ്റും പോകത്തില്ല. എൻ്റെ നെതർ സ്റ്റാർ അതേണ്ട കിട്ടി. അതുകൊണ്ട് ഞാൻ ഇനി ഈ വേൾഡിൻ്റെ അകത്ത് ഇനി കൊല്ലത്തേ ഇല്ല. ഇത് 2 എണ്ണം കിട്ടി, അത് മതി ആവശ്യത്തിന്. സോ അങ്ങനെ അവസാനം കൊന്നു. എൻ്റെ ഇതുണ്ടാ പൗരുഷം കണ്ടോ, അങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഇവിടെയൊക്കെ അവനെ അടിച്ച് പൊട്ടിച്ച് നാരകച്ച് പണ്ടാരം അടുക്കിയിട്ടുണ്ട്. സോ എൻ്റെ പൊന്നെ അവിടെ ഒരുമാതിരി ഇതുണ്ടോ, അവനിങ്ങനെ കേക്ക് വരെ അവൻ്റെ ചെത്തി വെച്ചേക്ക്. ഇത് ഈ ഒരു ചങ്ക് മാത്രം വെട്ടി വെച്ചേക്കുന്ന പോലെ കിടു കേട്ടോ. ആ മേളിൽ നിന്ന് അടി വരെ വെട്ടി വെച്ചിട്ടുണ്ട്. എൻ്റെ പിന്നെ കിടു കണ്ട, അങ്ങ് ഡീസ്ലൈറ്റ് വരെ ഒരു വിഷയമില്ലാതെ അങ്ങ് നേരെ അങ്ങ് ചെത്തി വെച്ചിട്ടുണ്ട്. കൊള്ളാട്ടാ കിടു. എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ വന്ന് നോക്കാം ഇടയ്ക്ക്. കൊള്ളാം. സോ ഇന്ന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിൽ എത്തി എല്ലാ സംഭവം കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജയിച്ചു. സോ നമുക്ക് 2 നെതർ സ്റ്റാറും കൊണ്ട് ബീക്കൺ സെറ്റാക്കാം. സോ അതിൻ്റെയും കൂടെ കുറവുള്ളായിരുന്നു നമ്മുടെ ബേസിൽ. സോ ബീക്കൺ ഒപ്പിക്കാൻ ഗ്ലാസ് ഒബ്സിഡിയന് വിഷയമില്ല കയ്യിലുണ്ട്. സോ എന്തിയെ ബീക്കൺ 2 എണ്ണം സെറ്റ്. അവസാനം ബീക്കണും സെറ്റായിട്ടുണ്ട്. സോ ഇനിയാണ് അയൺ ഫാമിൻ്റെ മെയിൻ ഗുണം. ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയാണ്, ബീക്കൺ സെറ്റാക്കാൻ വേണ്ടിയാണ് ഈ അയൺ ഫാം സെറ്റാക്കിയത്. സോ ഇതിൻ്റെ അകത്ത് ഒരു 10-20 സ്റ്റാക്ക് എടുത്താൽ മതി. അല്ല, ഇത് ഫുള്ള് എടുക്കേണ്ട വരും. ഇവിടെ 1.5 സ്റ്റാക്ക് ആയിരുന്നു വേണ്ട, അത് 2.5 സ്റ്റാക്കായിരുന്നു വേണ്ട, ഞാൻ മറന്നുപോയി. സോ ഞാനങ്ങനെ 2 സ്റ്റാക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഈ ബിൽഡിൻ്റെ പുറകെ നമുക്ക് ഇന്ന് പണിയാമല്ലേ, അതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ പുറകെ എനിക്ക് വേറൊരു സംഭവം കൂടെ ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതിന് BK യൂസ് ആകും. അതുകൊണ്ട് ഞാൻ വേണ്ട ഇവിടെ ആയിട്ട് അങ്ങ് പണിയാൻ പോവാണ് സെറ്റ്. സോ ഇവിടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലേ. സോ ഞാൻ ഇപ്പോൾ 1.5 സ്റ്റാക്ക് എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാകുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇത്ര മതിയാകുമായിരിക്കും, വിഷയമില്ലായിരിക്കും. സോ ഇത് ഞാൻ ഒന്ന് പണിയിട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഇതും കൂടെ വെച്ചാൽ നമ്മുടെ BK ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ അയൺ മൊത്തം തീർന്നു. ഇനി ആകെ 4 ബ്ലോക്കും കൂടെ ഉള്ളൂ. നമ്മുടെ ആ ഫാമിലുള്ള അയൺ ഫുള്ള് എടുത്താണ് ഇത് സെറ്റാക്കിയത്. ഇത് ഞാൻ പണിഞ്ഞ് വന്നപ്പോൾ ഏതാണ്ട് 2.5 സ്റ്റാക്ക് അയണിൻ്റെ ബ്ലോക്ക് വേണ്ടി വന്നു കേട്ടോ. ഇത്രയും വേണമെങ്കിൽ ഞാൻ ഓർത്തില്ല. സോ എന്തായാലും നമുക്ക് ഇനി ബീക്കൺ വെക്കാം. ലെറ്റ്സ് ബീക്കൺ വെച്ചു, ഓണായി. ബീം വന്നുണ്ടോ. സോ ഇനി ഇതിൻ്റെ അത് ഫസ്റ്റ് തന്നെ എന്നെ എടുക്കാടാ. ഞാൻ തൽക്കാലം സ്പീഡ് അങ്ങ് ഇട്ട് നോക്കാമല്ലേ, അപ്പം നോക്കാം വർക്കാകുന്നുണ്ട് ഇല്ലയോ ഒന്ന്. വർക്കാവും. സോ ഇതെങ്ങനെ വെക്കുക, ഓണാക്കുക. കിട്ടി. സെറ്റ്. ഇപ്പം നല്ല സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുന്നുണ്ട്. ലെറ്റ്സ് ഗോ. കിടു. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ് ബൈ. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനുള്ള കാര്യം മറക്കില്ല. സോ ബൈ.